ഇതിൽ 130 കോടിയോളം രൂപ AFAക്ക് അതായത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഈ സ്പോൺസർമാർ കൊടുത്തിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അർജന്റീനിയൻ മാധ്യമങ്ങൾ പറയുന്നത് മറ്റൊരു കഥയാണ്. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെയും ഏതൊരു ഫുട്ബോൾ ആരാധകന്റെയും ഹരമായ മെസ്സിയുടെയും കൊച്ചിയിലേക്കുള്ള വരവ് നീട്ടിവെച്ചിരിക്കുന്നു. നവംബർ മാസത്തിൽ നടക്കാനിരുന്ന ആ ഒരു ഫ്രണ്ട്ലി മാച്ച് എന്തുകൊണ്ടാണ് മുടങ്ങിയത്? ഇതിന് പിന്നിലെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. സോ കേരളത്തിന്റെ ഒരു ചരിത്രമായേക്കാവുന്ന ഒരു വലിയ സ്വപ്നം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശം എത്രത്തോളമാണെന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പോട് കൂടി അത് ലോകം മുഴുവൻ കണ്ടതുമാണ്. അർജന്റീനൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്പോൺസേഴ്സിന്റെയും ഒരു വലിയ സ്വപ്നമായിരുന്നു. ഏകദേശം 200 കോടിയുടെ ഒരു മെഗാ ഇവന്റ് ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. ഇതിൽ 130 കോടിയോളം രൂപ AFAക്ക് അതായത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഈ സ്പോൺസർമാർ കൊടുത്തിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഓസ്ട്രേലിയയുമായിട്ടായിരുന്നു കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് അർജന്റീനയുടെ ഫ്രണ്ട്ലി മാച്ച് തീരുമാനിച്ചിരുന്നത്. സോ ആ ഒരു വാർത്ത വന്ന മുതൽ തന്നെ വലിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് വന്ന ആദ്യം മുതൽ തന്നെ ഒരുപാട് തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. മാത്രമല്ല ഇതിനിടയിൽ സംസ്ഥാന കായിക മന്ത്രി തന്നെ ഈ മാച്ച് ഒഴിവാക്കിയതായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ കൊച്ചിയിൽ വെച്ച് നവംബർ മാസത്തിൽ ഈ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു അനൗൺസ്മെന്റ് കൂടി വന്നതോടുകൂടി ആരാധകരുടെ ആവേശം കൂടി. അതിന്റെ ഭാഗമായി തന്നെ കൊച്ചി സ്റ്റേഡിയത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള കാര്യങ്ങളുടെ ഓട്ടത്തിലായിരുന്നു ഇതിന്റെ ഇവന്റ് അധികൃതർ. ടർഫ് മാറ്റുന്നു, ലൈറ്റുകൾ ഇംപ്രൂവ് ചെയ്യുന്നു, സെക്യൂരിറ്റി സിസ്റ്റം കുറെ കൂടി മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ നവംബറിലെ ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഒടുവിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. ഈ ഒരു ഇവന്റിന്റെ സ്പോൺസറായ ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഒരു ഫ്രണ്ട്ലി മാച്ച് നവംബർ വിൻഡോയിൽ നിന്ന് അടുത്ത ഇന്റർനാഷണൽ വിൻഡോയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നായിരുന്നു. ഇതിന് പ്രധാന കാരണമായി അദ്ദേഹം പറഞ്ഞത് ഫിഫയുടെ അനുമതി ലഭിക്കുന്നതിൽ വന്ന കാലതാമസമാണെന്നാണ്. കാരണം നമുക്കറിയാം ഇന്റർനാഷണൽ മത്സരങ്ങൾ ഫിഫയുടെ അനുമതി ഇല്ലാതെ നടത്താൻ കഴിയില്ല. സോ കൊച്ചിയിലെ മത്സരത്തിന് ഫിഫയുടെ ക്ലിയറൻസ് കിട്ടാൻ വന്ന കാലതാമസം വലിയൊരു തിരിച്ചടിയായി മാറി. മാത്രമല്ല ഈ ഒരു നവംബറിൽ തന്നെ അർജന്റീനക്ക് അങ്കോളയിൽ മറ്റൊരു ഫ്രണ്ട്ലി മാച്ചും ഉണ്ട്. സോ ഫിഫയുടെ റൂള് പ്രകാരം ഒരു ടീമിന് ഒരു മാസത്തിൽ 2 മാച്ചുകൾ ഉണ്ടെങ്കിൽ ആ 2 മാച്ചുകളും നടക്കുന്ന സ്ഥലത്തിന്റെ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 മണിക്കൂറിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്കോളയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ദൂരം മറ്റൊരു പ്രശ്നമായി മാറി. ഇതൊക്കെയാണെങ്കിലും അർജന്റീനിയൻ മാധ്യമങ്ങൾ പറയുന്നത് മറ്റൊരു കഥയാണ്. കൊച്ചിയിലെ സ്റ്റേഡിയത്തിന്റെ ഒരുക്കത്തിന്റെ പോരായ്മകളും അതുപോലെ തന്നെ കരാർ പ്രകാരമുള്ള പല കാര്യങ്ങളും കൃത്യസമയത്ത് ഇന്ത്യക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് അവർ കാരണമായി പറയുന്നത്. സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങൾ, ലൈറ്റിംഗ്, മറ്റ് ലോജിസ്റ്റിക് സംവിധാനങ്ങളൊക്കെ കൃത്യസമയത്ത് ഒരുക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ കാരണമായി പറയുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് AFA അവരുടെ നവംബറിലെ ഷെഡ്യൂൾ അങ്കോള മാത്രമാക്കി ചുരുക്കിയതെന്നാണ് പറയുന്നത്. മാത്രമല്ല ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ സ്റ്റേഡിയത്തിന്റെ പോരായ്മകൾ പറഞ്ഞുകൊണ്ട് ഫിഫക്ക് മെയിൽ അയച്ചിരുന്നെന്ന് കായിക മന്ത്രിയും പറയുണ്ടായി. പക്ഷേ സത്യത്തിൽ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കാര്യമായ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുമുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലെ പഴയ ലൈറ്റിംഗ് മാറ്റി പുതിയ ലൈറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ടെൻഡർ വിളിച്ചിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റുകൾ നടന്നു. അങ്ങനെ പലതും നടന്നിരുന്നു. സത്യത്തിൽ മെസ്സിയെ മാത്രമാണ് കൊണ്ടുവരുന്നതെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിരുന്നു. പക്ഷേ അർജന്റീനയുടെ ഫുൾ ടീമിനെ തന്നെ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ഫിഫയുടെ ഈ റൂളുകളെല്ലാം അംഗീകരിക്കേണ്ടതായി വന്നതും. അർജന്റീന പോലുള്ള ഒരു ടീമിന്റെ മാച്ച് നടത്തുക എന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി കണ്ടുകൊണ്ട് കാര്യങ്ങൾ കുറെ കൂടി സ്പീഡിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ വിൻഡോയിൽ തന്നെ ആ ഒരു മാച്ച് കൊച്ചിയിൽ വെച്ച് നടത്താമായിരുന്നു. എന്നാൽ ഈ ഒരു ഫ്രണ്ട്ലി മാച്ച് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയെന്ന് നമുക്ക് പറയാനും കഴിയില്ല. താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് സംഘാടകർ പറയുന്നത്. അടുത്ത ഇന്റർനാഷണൽ വിൻഡോ ആയ 2026 മാർച്ചിൽ കൊച്ചിയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മാച്ച് നടത്താൻ കഴിയുമെന്നാണ് സംഘാടകർ പറയുന്നത്. നേരത്തെ കൊടുത്ത 130 കോടി തിരിച്ചു വാങ്ങാതെ മാർച്ചിലുള്ള മാച്ചിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ സ്റ്റേഡിയത്തിന്റെ മുഴുവൻ ഡെവലപ്മെന്റ്സും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും സംഘാടകർ പറയുന്നുണ്ട്. സോ
ഫൈനലി ഇത് നമുക്കൊരു വലിയ പാഠമാണ്. കാൽപന്ത് കളിയോടുള്ള പ്രണയം കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ ഇവന്റുകൾ നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. സോ ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തോട്ട്സും താഴെ കമന്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.